ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ എപ്പിസോഡ് 3 നമ്മൾ 3 ക്വസ്റ്റ്യനുകളുമായി ബന്ധപ്പെട്ട ട്രിക്കുകളാണ് ചെയ്യുന്നത്. അതിപ്പോൾ നീറ്റ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, ജെ ആയിക്കോട്ടെ, CUT ആയിക്കോട്ടെ, എയിംസിന്റെ നഴ്സിംഗ്, പാരാമെഡിക്കൽ എക്സാമുകൾ, അങ്ങനെ ഒട്ടനവധി ഐസറിന്റെ എക്സാമുകൾ, അങ്ങനെയൊക്കെ എക്സാമുകൾ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രിക്കുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാനും അങ്ങനെ നമ്മുടെ റാങ്ക് മുന്നോട്ട് പോകാനും സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നീറ്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ നീറ്റിൻ്റെ ഒരു PYQ ആണ്. നീറ്റിനും മറ്റ് എക്സാമുകൾക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഈ ചാർജ് ഡെൻസിറ്റി, ചാർജ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട റേഷ്യോ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നീറ്റിനൊക്കെ അറിയാമല്ലോ, ഓട്ട മത്സരം പോലെയാണ്. ഒരുപാട് പേര് എഴുതുമ്പോൾ ഓരോ മാർക്കിനും 100, 200, 300, ആയിരക്കണക്കിന് റാങ്കുകൾ എന്ത് ചെയ്യാം, മുന്നോട്ട് വ്യത്യാസം വരാം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ട്രിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കാൻ മറക്കണ്ട. 2 ചാർജഡ് സ്ഫെറിക്കൽ കണ്ടക്ടേഴ്സ് ഓഫ് R1 ഇവിടെ ഇത് എന്താ സംഭവം എന്ന് അറിയാം. നമ്മൾ എപ്പിസോഡ് 2 ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, 2 സ്ഫിയറുകൾ. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് എന്തായിരിക്കും എന്ന് ഓരോന്നിലും കാണാൻ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ റേഷ്യോ ആണ്. അപ്പോൾ ഒരു സ്ഫിയർ അതിൻ്റെ റേഡിയസ് R1 ആണ്, മറ്റൊരു സ്ഫിയർ അതിൻ്റെ റേഡിയസ് R2 ആണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ചാർജുകൾ മാറുമെന്ന് നമുക്കറിയാം. പൊട്ടൻഷ്യലി കോമൺ ആകും, പക്ഷേ ചാർജ് മാറും. അപ്പോൾ ഇതിൻ്റെ ചാർജ് Q1 ഇതിൻ്റെ ചാർജ് നമ്മൾ Q2 ആണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി, അത് ചാർജ് ബൈ ഏരിയയും അപ്പോൾ മാറുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ചാർജ് ബൈ ഏരിയ σ1 ആണ്, ഇതിൻ്റെ ചാർജ് ബൈ ഏരിയ σ2. അതാണ് ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ അതിൻ്റെ റേഷ്യോ ചോദിച്ചാൽ σ1 ബൈ σ2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവേഴ്സ് റേഷ്യോ എടുക്കുക, റേഡിയസിൻ്റെ R2 ബൈ R1 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? R2 ബൈ R1 അല്ലേ. ഇത് 2021 നീറ്റിൽ ചോദിച്ചതാണ്. സോ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് ഇതുമായി ബന്ധപ്പെട്ട്, പണ്ട് കോമൺ നീറ്റിൻ്റെ സമയത്തെ നീറ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നല്ലോ, 1999 എന്നൊക്കെ പറഞ്ഞാൽ വളരെ മുമ്പല്ലേ. അപ്പോൾ അതിനകത്തെ കോമൺ എന്താ പറയുക, പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ടെസ്റ്റ് ആയിരുന്നു, ഓൾ ഇന്ത്യ ടെസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നോക്കൂ, ഇതും സിമിലർ ക്വസ്റ്റ്യൻ തന്നെയല്ലേ, പക്ഷേ ചെറിയ ചേഞ്ച് അല്ലേ ഉള്ളൂ. ഇവിടെയും ഒരു സ്ഫിയർ റേഡിയസ് R1 ആണ്, ഇവിടെയും മറ്റൊരു സ്ഫിയർ റേഡിയസ് R2 ആണ്. കണക്ട് ചെയ്തു. അപ്പം ഇതിൻ്റെ വയർ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ റേഷ്യോ E1 ബൈ E2 ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. E1 ബൈ E2 എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ്? σ1 ബൈ σ2 തന്നെയാണ്. അതെന്താണ്? R2 ബൈ R1 ആണ്. റേഡിയസിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം 2 ചാർജഡ് ആയിട്ടുള്ള സ്ഫിയേഴ്സ് നമ്മൾ കോമൺ വയർ വഴി കോമൺ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചോദിച്ചു കഴിഞ്ഞാലും റേഡിയസിൻ്റെ തിരിഞ്ഞ റേഷ്യോ, അപ്പോൾ ഏതാണ്? R2 ബൈ R1 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇവിടെയും എന്താണ്? R1 R2 രണ്ടും അതിനകത്ത് എന്തുതന്നെയാണ്? സ്ഫിയറുകൾ തന്നെയാണ്, R1 R2. അത് കണക്ട് ചെയ്തു. ദെൻ എന്താ ചോദ്യം? ഇവിടെ റേഷ്യോ ഓഫ് ചാർജ്, അപ്പോൾ നമുക്കറിയാം ചാർജ് മാറും. ഇതിൻ്റെ ചാർജ് Q1 ആവും, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ Q2 ആവും. അപ്പോൾ ചാർജിൻ്റെ റേഷ്യോ Q1 ബൈ Q2 ചോദിച്ചു കഴിഞ്ഞാൽ എന്തുതന്നെയാണ് വരിക? റേഡിയസിൻ്റെ ഡയറക്റ്റ് റേഷ്യോ ആണ് വരിക, R1 ബൈ R2. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ, ലൈക്ക്, കമൻറ്റ്, ഷെയർ, കാര്യങ്ങൾ, ഹൈപ്പ് ഒന്നും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ഏത് ചാപ്റ്ററിൽ ട്രിക്ക് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് അടുത്ത ഏത് ചാപ്റ്ററിൽ വേണം എന്നുള്ള കാര്യങ്ങൾ, ഫിസിക്സിലെ, കെമിസ്ട്രിയിലെ, ബയോളജിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയിക്കൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ്, കമൻറ്റൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ, എനർജി ഒക്കെ ഉണ്ടാവുക. അപ്പം നിങ്ങളെ മറക്കല്ലേ. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോകളുടെ ലിങ്ക് കമ്മ്യൂണിറ്റിയിൽ ഇതിനകത്ത് സെൻഡ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ വെക്കാം. അപ്പോൾ അതിലും നിങ്ങൾക്ക് ജോയിൻ ആകാം കേട്ടോ. അപ്പോൾ അടിപൊളിയാക്കൂ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.